അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ തെക്കിട്ട് റോഡുള്ള ഒരു വീടാണ് നമ്മൾ നോക്കുന്നത്. റോഡ് തെക്കിട്ടാണ്, പക്ഷെ കയറുന്നത് കിഴക്കുന്നാണ് കയറുന്നത്. 2 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാള്, അറ്റാച്ച് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ, സ്റ്റെയർ കേസ്, കാർ പാർക്കിങ്, സിറ്റ് ഔട്ട് എല്ലാം സെറ്റായിട്ടുള്ള ഒരു വീടാണ്. നമ്മൾ ചെറിയൊരു പ്ലാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് നോക്കാം നമുക്ക്. 24 36 864 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം. നമുക്കൊരു 10 ലക്ഷം റുപ്യ അമൗണ്ടിൽ സെറ്റാക്കുക. നമുക്ക് മാക്സിമം ഒരു 4 സെൻറ്റ് സ്ഥലം മാക്സിമം നമുക്കിതിൽ മതിയാവും. 4 സെൻറ്റ് സ്ഥലം മതിയാവും മാക്സിമം. അപ്പോൾ സാധാരണക്കാർക്ക് നമുക്ക് പറ്റുന്ന ഒരു വീടാണ് ഇത്. നമ്മൾ സിറ്റ് ഔട്ടാണ്. ഒരു 4ക്ക് 8 സിറ്റ് ഔട്ട്. 4ക്ക് 8. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് കയറുന്നത്. ഹാള് വന്നിട്ട് 13ക്ക് 10. 13ക്ക് 10. ഇവിടെ നമ്മൾക്കൊരു കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് വന്നിട്ട് ഒരു മാക്സിമം ചെറുതായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ആണ്. 8ക്ക് 6. ബാക്കി നമുക്കിവിടെ ഫ്രണ്ടേജ് മുറ്റം ഉണ്ടാകും. അതും കൂടി നമുക്ക് കവർ ചെയ്തിട്ട് ഒരു ഷീറ്റ് ഇറക്കി കൊടുത്ത് നിൽക്കാവുന്നതാണ്. ഇവിടെ ഒരു ഫില്ലർ, ഇവിടെ ഒരു ഫില്ലറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിന് 2 ഫില്ലറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സാധാരണ ഗേറ്റ് ഇവിടെയാണ്. റോട്ടിൽ നിന്ന് മെയിനായിട്ട് ഗേറ്റ് ഇവിടെയാണ് നമ്മൾ മെയിൻ ഗേറ്റ് വയ്ക്കുന്നത്. ഇവിടെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു ചെറിയ ഗേറ്റ് ഒന്ന് വീട്ടിലേക്ക് കയറാം. ഇത് മെയിൻ ഗേറ്റായിട്ട് കാർ കയറ്റാനുള്ള ഗേറ്റ് ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹാളിൽ നിന്ന് നമുക്കൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഡൈനിങ് ഹാളിൻ്റെ അളവ് 12ക്ക് 13. 12ക്ക് 13. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾക്കൊരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിൻ്റെ അളവ് ഒരു അറ്റാച്ച് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. 8ക്ക് 12. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് ഒരു അറ്റാച്ച് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ അളവ് വന്നിട്ട് 6ക്ക് 4. 6ക്ക് 4. ഇതുവരെ നമ്മൾ കോമൺ ബാത്റൂമാണ്. സ്റ്റെയർ കേസിൻ്റെ അടിയിലൂടെയാണ് നമുക്ക്, സ്റ്റെയർ കേസിന് താഴെയാണ് ഇതിൻ്റെ ഡോറ് വരുന്നത്. ഇതിൻ്റെ അളവ് വന്നിട്ട് ഈ ബാത്റൂമിൻ്റെ അളവ് 4ക്ക് അതേ സൈസ് തന്നെയാണ്. 4ക്ക് 6. 4ക്ക് 6 ഈ ബാത്റൂമിൻ്റെ അളവ്. വീണ്ടും നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൻ്റെ അളവ് വന്നിട്ട് 8ക്ക് 12. കിച്ചൻ്റെ അളവ്. കിച്ചൺ നമ്മൾ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. നമുക്കിവിടെ അലക്കലൊക്കെ ഇവിടെ സംവിധാനം ചെയ്യാം. അലക്കല്, ബാത്റൂമിൻ്റെ കുഴിയൊക്കെ നമ്മൾ ഈ ഭാഗത്താണ് ബാത്റൂമിൻ്റെ കുഴിയൊക്കെ. ഇത് കിച്ചണാണ്. കിച്ചണിലെ അടുപ്പ് കിഴക്കിട്ട് നോക്കിയിട്ട് അടുപ്പ്. ഇത് സ്റ്റിങ്കാണ്. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസാണ്. ഇത് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഭാവിയിൽ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമും ഒരു ഹാളുമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 ബെഡ്റൂമും ഹാളുമായിട്ട് എടുക്കാം. നമുക്ക് ഇനി ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്കാണ്, ഒരു ബെഡ്റൂം ഹാളിൽ നിന്നാണ് പോകുന്നത്. അതിൻ്റെ അളവ് വന്നിട്ട് 10ക്ക് 12. 10ക്ക് 12 ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം. ഡൈനിങ് ഹാളിൽ നിന്നാണ് കിച്ചണിലേക്ക് വരുന്നത്. നമ്മൾ സിറ്റ് ഔട്ട് വളരെ ചെറുതാണ് കൊടുത്തിരിക്കുന്നത്. കാർ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് സിറ്റ് ഔട്ട് വളരെ ചെറുതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇനി ജനലൊന്ന് നോക്കാം. ജനൽ വന്നിട്ട് നമുക്കിതിൽ ഇവിടെ വന്നിട്ട് ഒരു 2 പാളി ജനൽ കൊടുക്കാം. ഈ ഹാളിലേക്ക് ഇവിടെ 3 പാളി ജനൽ. ഇത് നമ്മൾ ഡോറാണ്, ഫ്രണ്ട് ഡോറാണ്. ഇതിന്ന് ബെഡ്റൂമിലേക്ക് ഇവിടെ നിന്നൊരു ഡോറ്. ഇവിടെ ബെഡ്റൂമിലേക്ക് ഒരു 3 പാളി ജനൽ. ഇതൊരു 3 പാളി ജനൽ.
ഇത് കിച്ചണിലേക്കുള്ള ഡോറാണ് ഉദ്ദേശിക്കുന്നത്. കിച്ചണിലേക്കുള്ള ഡോറാണ്. ഇവിടെ നമുക്ക് ഡോറിൻ്റെ ആവശ്യമില്ല. ഇനി ഡൈനിങ് ഹാളിൽ നിന്ന് ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. ഇതിന് നമുക്ക് 3 പാളി ഒരു ജനൽ ഈ ഇതിലേക്ക് നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഇത് ബാത്റൂം ഡോറാണ്. ബാത്റൂം ഡോറ്. ഇവിടെ ചെറിയൊരു ജനൽ, ബാത്റൂമിൽ ചെറിയൊരു ജനൽ കൊടുക്കുക. ഇതൊരു ബാത്റൂം ഡോറ്. പിന്നെ നമ്മൾ കിച്ചണിൽ പുറത്ത് പോകുന്നവിടെ ഒരു ഡോറ്. കിച്ചൻ്റെ ഈ ഭാഗത്ത് ഒരു 3 പാളി ജനൽ, ഇവിടെ 2 പാളി ജനൽ. ഇത് ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് വെളിച്ചത്തിന് വേണ്ടി ഇവിടെ ഒരു 3 പാളി ജനലുണ്ട്. ഇതപ്പോൾ മൊത്തം നേരിട്ട് ഇങ്ങനെ ഒഴിവ് കറക്റ്റായിട്ട് നല്ല കാറ്റോട്ടമായിട്ട് ഹാള്, ഡൈനിങ് ഹാള്, ഇതിൻ്റെ ബോർഡിലേക്ക് ജനൽ. ഇത് ഈ ജനൽ നമ്മൾക്ക് ഈ നേർക്ക് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് ഡോറിൻ്റെ അതേ നേർക്കാണ് ഈ ഡോറ് ഈ ജനലും വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിഴക്ക് പടിഞ്ഞാറ് കാറ്റ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് കാറ്റോട്ടമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ വീട്ടിന് ഏത് വീട് കെട്ടുകയാണെങ്കിലും നമുക്ക് കാറ്റോട്ടം ക്ലിയർ ഇല്ല പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ താമസിക്കാനൊരു സുഖം ഉണ്ടാവില്ല. മെയിനായിട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 24 ഇതിൻ്റെ ഫ്രണ്ട് വീതി വരുന്നത്. 24. ഇത് വന്നിട്ട് കിഴക്ക് 74, വടക്കിട്ട് ഇവിടെ വരുന്നത് നമുക്ക് 36. ഇതിൻ്റെ അളവ് വരുന്നത് 36. അപ്പോൾ 24ക്ക് 36. മൊത്തം സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 864 സ്ക്വയർ ഫീറ്റ്. കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക് വശത്താണ് നമുക്ക് റോഡുള്ളത്. നമുക്ക് തെക്ക് വശത്ത് റോഡ് വരുമ്പോൾ മാക്സിമം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. 2 ഡോറാണ് നമുക്ക്. സിറ്റ് ഔട്ടിലേക്ക് കാർ പാർക്കിംഗ് ഒരു ഗേറ്റ്, നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ചെറിയ ഗേറ്റ് വെച്ച് കൊടുക്കുക. ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ 3D നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 3D ഒന്ന് നിങ്ങൾ കാണുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അടുത്ത പ്രാവശ്യം നമ്മൾ അതിനെ ക്ലിയർ ചെയ്യണതാണ്. തീർച്ചയായും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.